ഹലോ, എല്ലാവർക്കും മൈ ഫാഷൻ സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കൺസീലർ, ലിപ് ഗ്ലോസ് ആൻഡ് കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കാം എന്നാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ചാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഇതിൽ വീഡിയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കൺസീലർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിനൊക്കെ ആദ്യം വേണ്ടി ഇങ്ങനത്തെ ഒരു കൊച്ചു കണ്ടെയ്നറാണ്, നമുക്കിത് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റിയൊരു കണ്ടെയ്നർ. ഇതെൻ്റെ പണ്ടത്തെ ഒരു ലിപ് ബാമിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് ഹിമാലയയുടെ നോയ്സ്ചറൈസിങ് സ്കിൻ ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഇത് അതിൻ്റെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കുറേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ എടുക്കാം, കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, എന്നെപ്പോലെ കുറച്ചെടുക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലെഗ്മിയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ എടുക്കുക, അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എടുക്കുന്ന ഫൗണ്ടേഷൻ നമ്മൾ ഇതിലേക്ക് ഇത്തിരി എമൗണ്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, എങ്കിൽ മാത്രമേ നമുക്കൊരു കൺസീലറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടിരിക്കുകയുള്ളൂ, ഒരു കൺസീലറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൗഡറും ഈ ഒരു ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും നല്ലപോലെ മിക്സായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ കൺസീലർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂലേ, അപ്പോൾ നോക്കുമ്പോൾ കൺസീലർ പോലൊന്നും വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ എന്നും എടുക്കുന്ന ടാൽക്കം പൗഡറാണ്, കോമ്പാക്ട് പൗഡറാണ്, എന്താണ് എടുക്കണതെന്ന് വെച്ചാൽ അതൊന്നും കൂടി ഒരു ഇത്തിരി എമൗണ്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിതൊരു ചെറിയ ചെറിയ മേക്കപ്സിനൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഫേസിൽ ചെയ്യണമെന്നൊക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കൺസീലർ നമ്മുടെ കണ്ണിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഡോട്ടായി അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺസീലർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്യാവശ്യം നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ലപോലെ ചെറുതായിട്ടൊന്ന് കവറേജ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കൺസീലർ അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ലിപ് ഗ്ലോസ് അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ലിപ് ഗ്ലോസ് പോലെ ഉണ്ടാക്കി, അതിന് ശേഷം ഞാൻ ഇത്തിരി തിക്കാക്കി എടുത്ത് അപ്പോൾ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കായിട്ട് എടുക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം വേണ്ടി ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ്, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വാസലിനാണ്. എന്നിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് 2 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓയിൽ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മാഡ്മിയുടെ ഈ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. അത് 420 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഇങ്ങനെ ഷെയ്ഡ് പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടെ കേട്ടോ, അപ്പോൾ തെറ്റുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇത്തിരി പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി അടിച്ചു കൊടുത്തിരുന്നു. പിന്നെ അതേ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ലിപ് ഗ്ലോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് ഗ്ലോസ്. പിന്നെ ഞാനെൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആക്കുകയാണ്. അതിന് ഞാൻ അടിച്ചു കൊടുക്കുന്നത് ടാൽക്കം പൗഡറാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇനി ഞാൻ ലിപ്സിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു റെഡ് കളറുള്ളൊരു ഷെയ്ഡാണ്, അതേപോലെ നല്ലൊരു ഫിനിഷിങ് തരുന്നുണ്ട് ലിപ്സ്റ്റിക്ക്. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകണം കോമ്പാക്ട് പൗഡറാണ്. ഇത് അങ്ങനെ നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യില്ലായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഈ ഒരു ടാൽക്കം പൗഡറാണ്. ഞാൻ എടുത്തിട്ട് ടാൽക്കം പൗഡർ തന്നെ യൂസ് ചെയ്തേക്കണം കുട്ടിക്കൂറിയുടെ. പിന്നെ അതിലേക്ക് ആഡ് ചേർത്തേക്കണ സാൻഡൽവുഡ് പൗഡറാണ്. നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ്. കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ കോമ്പാക്ട് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ കോമ്പാക്ട് പൗഡർ കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെനിക്ക് അത്ര നല്ല വർക്കായിട്ട് തോന്നിയില്ല കേട്ടോ. കോമ്പാക്ട് പൗഡർ പോലും ഇല്ല, സാധാരണ പൗഡർ അപ്ലൈ ചെയ്യാൻ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ 3 ഹോം മെയ്ഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കൺസീലർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ് ഗ്ലോസും കോമ്പാക്ട് പൗഡറും അത്ര വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പൂച്ചിടുന്ന് ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പൂച്ച ജസ്റ്റ് ഒന്ന് രണ്ടും ചാടി പിടിച്ചാണ് കേട്ടോ, നല്ല ഹൈറ്റിൽ. അതാണ് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം ഓപ്ഷൻസ് ഇപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ വീണ്ടും കാണാം. സോ ബൈ.